നമസ്കാരം. ആഗോള ഭൂപടത്തിൽ കേവലം ഒരു ചെറിയ ബിന്ദുവായി മാത്രം ദൃശ്യമാകുന്ന ദ്വീപ് രാഷ്ട്രങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ തന്ത്രപ്രധാനമായ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തവും തന്ത്രപ്രധാനവുമായ പങ്കാളിയായി മാറിയ രാജ്യമാണ് സെയ്ഷൽസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസിലേക്കുള്ള ചരിത്രപരമായ ത്രിദിന ഔദ്യോഗിക സന്ദർശനം ഈ ആഗോള നയതന്ത്ര സമവാക്യങ്ങളുടെ ഏറ്റവും പുതിയ തെളിവാണ്. സെയ്ഷൽസിൻ്റെ ദേശീയ ദിനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ 50-ാം വാർഷികം കൂടിയാണ് ആഘോഷിക്കപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായ വലിപ്പത്തിലോ ജനസംഖ്യയിലോ ഇന്ത്യയുമായി യാതൊരുവിധ താരതമ്യവുമില്ലാത്ത ഈ കൊച്ചു രാജ്യം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ നയങ്ങളിൽ എങ്ങനെയൊരു തന്ത്രപ്രധാന ഭീമനായി മാറുന്നു എന്നത് സമകാലീന ഭൗമരാഷ്ട്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഭൂപടത്തിൽ ചെറുതാണ് എങ്കിലും സെയ്ഷൽസിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിനെ അന്താരാഷ്ട്ര കപ്പൽപാതകളുടെ കേന്ദ്ര ബിന്ദുവാക്കുന്നു. പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലായി ചിതറിക്കിടക്കുന്ന 115 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഈ രാജ്യം. കിഴക്കൻ ആഫ്രിക്ക, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളുടെ മധ്യത്തിലാണ് സെയ്ഷൽസ് സ്ഥിതി ചെയ്യുന്നത്. ആഗോള ഊർജ്ജ വിതരണവും വാണിജ്യ കപ്പലുകളും ദിനംപ്രതി കടന്നുപോകുന്ന ഈ പാതകളുടെ സുരക്ഷ ഭാരതത്തെ പോലെ കടൽ മാർഗമുള്ള വ്യാപാരത്തെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് നിർണായകമാണ്. ഇതിനേക്കാൾ ഉപരിയായി കേവലം 450 ചതുരശ്ര കിലോമീറ്റർ മാത്രം കരഭൂമിയുള്ള സെയ്ഷൽസിന് 1.3 ദശലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വിപുലമായ പ്രത്യേക സാമ്പത്തിക മേഖല സ്വന്തമായുണ്ട്. ഈ ഭീമമായ സമുദ്രപരിധിയിലെ വിഭവങ്ങളുടെ സംരക്ഷണവും നിരീക്ഷണവും ഉറപ്പാക്കാൻ സെയ്ഷൽസിനെ സഹായിക്കുക വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ന് ആഗോള ശക്തികളുടെ പ്രധാന മത്സരവേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഈ മേഖലയിൽ ചൈന നടത്തുന്ന സാമ്പത്തിക നിക്ഷേപങ്ങളും തുറമുഖ വികസനങ്ങളും കപ്പൽ വിന്യാസങ്ങളും ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സെയ്ഷൽസുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധത്തിൻ്റെ തന്ത്രപ്രധാന മൂല്യം വർദ്ധിക്കുന്നത്. എന്നാൽ ഒരു വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ പേരിൽ രാജ്യങ്ങളെ കടക്കണിയിലാക്കുന്ന ചൈനീസ് ശൈലിക്ക് വിപരീതമായി സെയ്ഷൽസിൻ്റെ ആഭ്യന്തര ശേഷിയും സ്ഥാപനങ്ങളും ശക്തിപ്പെടുത്തുന്ന ഒരു വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പ്രതിരോധ സഹായങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും ഒപ്പം ജനകേന്ദ്രീകൃതവുമായ വികസന പദ്ധതികളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ സമീപനം സെയ്ഷൽസിന് ഇന്ത്യയോടുള്ള വിശ്വസ്തത വർദ്ധിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ഇന്ത്യയുടെ സമുദ്ര നയങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 10 വർഷം മുൻപ് ഇതേ സെയ്ഷൽസ് മണ്ണിൽ വെച്ചാണ് പ്രധാനമന്ത്രി സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന നയം പ്രഖ്യാപിക്കുന്നത്. പ്രാദേശികമായ കൂട്ടായ സമുദ്ര സുരക്ഷയ്ക്കായിരുന്നു അന്ന് മുൻഗണന എങ്കിൽ ഇന്നത് മഹാസാഗർ എന്ന വിപുലമായ കാഴ്ചപ്പാടിലേക്ക് വളർന്നിരിക്കുന്നു. വെറും സൈനിക പ്രതിരോധ സഹകരണത്തിനുമപ്പുറം ഡിജിറ്റൽ കണക്ടിവിറ്റി, കാലാവസ്ഥാ വ്യതിയാനം, പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര വികസനം എന്നിവയെക്കുറിച്ച് കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് പുതിയ നയം. ഈ സമഗ്രമായ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗികമാക്കുമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്നത്തെ ഇന്ത്യ സെയ്ഷൽസ് ബന്ധം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി സെയ്ഷൽസിൻ്റെ സമുദ്ര സുരക്ഷാ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ നിർണായകമായ പങ്കാണ് വഹിച്ചത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കോസ്റ്റൽ സർവൈലൻസ് റഡാർ സിസ്റ്റം വഴി സെയ്ഷൽസിന് തങ്ങളുടെ സമുദ്രപരിധിയിലെ കപ്പലുകളുടെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ, ഇൻ്റർസെപ്റ്റർ ബോട്ടുകൾ, ഡ്രോണിയർ സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയും ഇന്ത്യ സെയ്ഷൽസിന് സമ്മാനിച്ചിട്ടുണ്ട്. കടൽക്കൊള്ള, മയക്കുമരുന്ന് കടത്ത്, നിയമവിരുദ്ധമായ മത്സ്യബന്ധനം എന്നിവ തടയാൻ ഈ സംവിധാനങ്ങൾ സെയ്ഷൽസ് പ്രതിരോധ സേനയെ സഹായിക്കുന്നു. രാജ്യങ്ങളും ഒപ്പുവെച്ച സെസൽ ജോയിൻറ്റ് വിഷൻ വഴി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും സംയുക്ത നാവിക ഓപ്പറേഷനുകളിലും ഇതൊരു പുതിയ ഊർജ്ജം കൈവന്നിട്ടുണ്ട്. ഇന്ത്യ വിജയകരമായി നടപ്പിലാക്കിയ UPI, ഡിജി ലോക്കർ, ആധാർ തുടങ്ങിയ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സെയ്ഷൽസിൻ്റെ ഭരണനിർവഹണവും സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ വൽക്കരിക്കാൻ ഇന്ത്യ ഈ സാങ്കേതിക വിദ്യകൾ കൈമാറുകയാണ്. ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഇതിൻ്റെ തെളിവാണ്. ഇതിൽ $125 ദശലക്ഷം ലൈൻ ഓഫ് ക്രെഡിറ്റും $50 ദശലക്ഷം നേരിട്ടുള്ള ഗ്രാൻഡും ഉൾപ്പെടുന്നു. പരമ്പരാഗത കെട്ടിട നിർമ്മാണത്തിനുമപ്പുറം സെയ്ഷൽസിൻ്റെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ കീഴിൽ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഈ തുക വിനിയോഗിക്കും. ചെറിയൊരു ആഭ്യന്തര വിപണി മാത്രമുള്ള രാജ്യമാണ് എങ്കിലും സെയ്ഷൽസുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തിൽ 15% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള അരി, മരുന്നുകൾ, വസ്ത്രങ്ങൾ, സിമൻറ്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ സെയ്ഷൽസിൻ്റെ വിപണിയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. കൂടാതെ ഇന്ത്യൻ കമ്പനികളായ ബാങ്ക് ഓഫ് ബറോഡ 1978 മുതൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതി എയർടെൽ സെയ്ഷൽസിൻ്റെ ടെലികോം മേഖലയിൽ വൻ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട്. അവിടുത്തെ പൊതുഗതാഗത സംവിധാനത്തിൽ ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലാൻഡ് എന്നീ ഇന്ത്യൻ ബ്രാൻഡുകളുടെ ബസ്സുകളാണ് ഭൂരിഭാഗം ഉപയോഗിക്കുന്നത്.
ഇത് സാമ്പത്തികമായ ഈ പരസ്പര ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ഇന്ത്യയും സേഷൽസും തമ്മിലുള്ള ബന്ധത്തിന് ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങളെക്കാൾ 2 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ചരിത്രരേഖകൾ പ്രകാരം 1770 സേഷൽസിൽ ആദ്യമായി താമസം തുടങ്ങിയ മനുഷ്യരിൽ 5 ഇന്ത്യക്കാരും ഉൾപ്പെട്ടിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോംബെ പ്രസിഡൻസിയുടെ കീഴിലാണ് സേഷൽസിൻ്റെ ഭരിക്കപ്പെട്ടിരുന്നത്. അന്ന് സേഷൽസിലെ ജനസംഖ്യയിൽ ഇന്ത്യൻ വംശജർക്ക് വലിയ സ്വാധീനമുണ്ട്. ഏതാണ്ട് 15,000-ഓളം വരുന്ന ഇന്ത്യൻ സമൂഹവും പ്രവാസികളും അവിടുത്തെ വ്യാപാര, നിർമ്മാണ, ആരോഗ്യ മേഖലകളിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഈ സാംസ്കാരികവും സാമൂഹികവുമായ സൗഹൃദം രാജ്യങ്ങൾക്കുമിടയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും അപ്പുറം ബന്ധങ്ങൾക്ക് ശക്തമായ അടിത്തറയേക്കുന്നു. ഭൂമിശാസ്ത്രപരമായ വലിപ്പമല്ല, മറിച്ച് പരസ്പര വിശ്വാസവും തന്ത്രപ്രധാന കാഴ്ചപ്പാടുകളുമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ കരുത്ത് എന്ന് ഇന്ത്യ സേഷൽസ് ബന്ധം തെളിയിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സേഷൽസ് സന്ദർശനം വെറുമൊരു നയതന്ത്ര സന്ദർശനം മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സുരക്ഷയിലും വികസനത്തിലും ഇന്ത്യയുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പിക്കുന്ന ഒന്നാണ്. വൻ ശക്തികളുടെ ഭൗമരാഷ്ട്രീയ മത്സരങ്ങൾക്കിടയിലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് വികസനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാൻ സേഷൽസിന് ഇന്ത്യ നൽകുന്ന പിന്തുണ വരും ദശാബ്ദങ്ങളിലും ഈ കൊച്ചു രാജ്യത്തെ ഇന്ത്യയുടെ നയതന്ത്ര ഭൂപടത്തിലെ ഒരു വലിയ ഭീമനായി നിലനിർത്തും എന്നത് ഉറപ്പായ കാര്യമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കും അതിന് തന്ത്രപരമായി പിന്തുണ നൽകുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ ഈ പുതിയ നീക്കങ്ങൾ വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. ഭൗമരാഷ്ട്രീയപരമായി ഈ സന്ദർശനം ഈ രാജ്യങ്ങൾക്കും എങ്ങനെ ദോഷകരമാകുന്നു എന്നത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയെ കടൽമാർഗം വളയുക എന്ന ലക്ഷ്യത്തോടെ ചൈന നടപ്പിലാക്കുന്ന തന്ത്രമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. പാകിസ്ഥാനിലെ ഗ്വാദർ, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, ജിബൂട്ടിയിലെ സൈനിക താവളം എന്നിവ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. എന്നാൽ ഈ തന്ത്രപ്രധാന പാതകളുടെ കൃത്യം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സേഷൽസുമായി ഇന്ത്യ പ്രതിരോധ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് ചൈനയുടെ സമുദ്ര കണ്ണുകളെ തകർക്കുന്നതിന് തുല്യമാണ്. സേഷൽസിൽ ഇന്ത്യ സ്ഥാപിച്ച തീരദേശ റഡാർ ശൃംഖലയും നൽകിയ നിരീക്ഷണ വിമാനങ്ങളും ചൈനീസ് നാവികസേനയുടെയും സബ്മറൈനുകളുടെയും നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ ഇന്ത്യയെ സഹായിക്കും. ചൈന പണം നൽകി ദ്വീപ് രാഷ്ട്രങ്ങളെ സ്വാധീനിക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ അവിടെ നേരിട്ട് സൈനികശേഷി വർദ്ധിപ്പിക്കുന്നത് ചൈനീസ് കടന്നുകയറ്റത്തിന് വലിയ തടസ്സമാകും. ചെറിയ വികസ്വര രാജ്യങ്ങൾക്ക് വൻതോതിൽ പണം കടം നൽകി പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളും ഭൂമിയും കൈക്കലാക്കുന്ന നയമാണ് ചൈനയുടേത്. ശ്രീലങ്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളും ചൈന ഇത് വിജയകരമായി പയറ്റിയിട്ടുമുണ്ട്. എന്നാൽ സേഷൽസിന് ഇന്ത്യ പ്രഖ്യാപിച്ച $175 ദശലക്ഷം പുതിയ സാമ്പത്തിക പാക്കേജും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ വികസനവും ഇത്തരം ചൈനീസ് കടക്കണിയിൽ വീഴാതെ സേഷൽസിനെ സംരക്ഷിക്കും. വിശ്വസ്തനായ ഒരു വികസന പങ്കാളിയായി ഇന്ത്യ മാറുന്നത് ആഫ്രിക്കൻ മേഖലയിൽ സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലും ചൈനയുടെ സഹായത്താൽ സ്വാധീനം ഉറപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴിയുള്ള വ്യാപാരം സുഗമമാക്കാൻ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ അവർക്ക് തന്ത്രപ്രധാനമാണ്. എന്നാൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ദ്വീപായ സേഷൽസ് ഇന്ത്യയുടെ മഹാസാഗർ നയത്തിൻ്റെ ഭാഗമാകുന്നതോടെ പാകിസ്ഥാൻ്റെ സമുദ്ര താൽപ്പര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടും. ഇന്ത്യയുടെ നാവികസേന സേഷൽസ് കടൽ പരിധിയിൽ നിരന്തരം നടത്തുന്ന പെട്രോളിംഗ് സർവേകളും പാകിസ്ഥാൻ്റെ നാവിക നീക്കങ്ങൾക്ക് വലിയ പ്രതിരോധം തീർക്കും. ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം തങ്ങളുടെ കുത്തകയാക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കും അവരുടെ തണലിൽ നിൽക്കുന്ന പാകിസ്ഥാനും ഈ മേഖലയിലെ കൊച്ചു രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം പടിഞ്ഞാറൻ സമുദ്ര മേഖലയിലെ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുത്തുന്ന കനത്ത പ്രഹരമായി മാറും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.